ഏകീകൃത കുർബാന നടപ്പിലാക്കേണ്ട അധികാരികൾ തന്നെ സഭയ്ക്കെതിരെ നിൽക്കുന്ന, സഭയെ നശിപ്പിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന വിമത പുരോഹിതന്മാരുമായും അൽമായ വിശ്വാസികളുമായി സമവായമുണ്ടാക്കി ഏകീകൃത കുർബാന നടപ്പിലാക്കാതെ വിശ്വാസികളെ കബളിപ്പിച്ചും തമ്മിലടിപ്പിച്ചും മുന്നോട്ട് പോകുന്ന അധികാരികളുടെ രാജി ആവശ്യപ്പെട്ടും സഭാ നേതൃത്വത്തിന് ഒരു അനക്കവുമില്ല. സഭയെ നാണം കെടുത്തുന്ന പ്രവർത്തികൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന വിമത പുരോഹിതരെയും വിമത അൽമായ വിശ്വാസികളെയും സഭയിൽ നിന്ന് പുറത്താക്കി സഭയെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം വഞ്ചി സ്ക്വയറിൽ വരുന്ന ശനിയാഴ്ച രാവിലെ 9 മണിക്ക് സമരം നടത്താൻ ഒരുങ്ങുകയാണ് സഭാവിശ്വാസികൾ. സീറോ മലബാർ സഭയിലെ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘടനകളുടെ കൂട്ടായ്മയായ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് നടത്തുന്ന പ്രതിഷേധ യജ്ഞത്തിൽ 100 കണക്കിന് വിശ്വാസികൾ അണിനിരക്കും. മാർപ്പാപ്പയുടെ തീരുമാനത്തെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയ്ക്കെതിരായാണ് വിശ്വാസികൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നത്. സഭാ സെനറ്റ് തീരുമാനിച്ച് പുറത്തിറക്കിയ 5/24 സർക്കുലറിനെ അട്ടിമറിച്ചുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ മെത്രോപൊലിത്തൻ വികാരിയും വിമത വിഘടനവാദികളുമായി ചേർന്ന് നടത്തിയ ഉപജാപത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സമവായമെന്ന് പറഞ്ഞിറക്കിയിരിക്കുന്നത്. അതിരൂപതയിലെ കുർബാന വിഷയത്തിന്റെ മറവിൽ അൽമായരുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി ഏകം ട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുത്ത വൈദികരെ സഭയിൽ നിന്നും പുറത്താക്കാതെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സഭാ നേതൃത്വം മാർപ്പാപ്പയുടെ തീരുമാനത്തെ അട്ടിമറിക്കുകയും സഭയിൽ വിമത പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ്. സഭയെ അനുസരിക്കാതെ വിമത പ്രവർത്തനം നടത്തുന്ന മുഴുവൻ ഇടവകകളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ഉടൻ തന്നെ മരവിപ്പിക്കണം. മാർപ്പാപ്പയ്ക്കും സീറോ മലബാർ സഭയ്ക്കുമെതിരെ നിരന്തരം വിമത പ്രവർത്തനം നടത്തുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വൈദികനെതിരെ പോലും നാളിതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ഖേദകരം തന്നെ. ഈസ്റ്റർ നോമ്പിന്റെ വലിയ ആഴ്ചയിൽ പോലും ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ കഴിവില്ലാത്ത മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും പൗരസ്ത്യ തിരുസംഘത്തെ തെറ്റിദ്ധരിപ്പിച്ച് വിമതർക്ക് വേണ്ടി വീണ്ടും 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 സമവായത്തിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയെ വിഭജിച്ച് സമ്പത്ത് കൊള്ളയടിക്കാൻ ശ്രമിക്കുന്ന ഈ വിമത പുരോഹിതരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന മാർത്തട്ടിൽ മൂഢ സ്വർഗത്തിലാണ് ഇപ്പോൾ ഉള്ളത്. സിനഡിന്റെ ഒരു തീരുമാനങ്ങളും ഇവരെ കൊണ്ട് അനുസരിപ്പിക്കാൻ കഴിവില്ലാത്ത ഒരു സഭാ തലവനെ സീറോ മലബാർ സഭയ്ക്ക് ഇനി ആവശ്യമില്ല.